അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ എല്ലാവർക്കും സുഖമൊക്കെ തന്നെയല്ലേ? നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ മദ്രസയിൽ പോകാൻ റെഡിയാവുകയാണ്. തൊപ്പി ഉണങ്ങിയില്ലെന്നുള്ള പരാതിയായിട്ട് വന്നേ. ഞാൻ ഉച്ചയ്ക്കൊന്ന് കഴുകിയിട്ടായിരുന്നു, പക്ഷേ അത് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഉമ്മമാരുടെ അടുത്താണോ വഴിയില്ലാത്ത തൊപ്പി ഒന്ന് ഉണക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലും അത്ര പെർഫെക്റ്റായിട്ടൊന്നും ഉണങ്ങിയില്ല, എന്നാലും ഏകദേശം ഉണങ്ങിയായിരുന്നു. അങ്ങനെ തൊപ്പിയൊക്കെ കൊടുത്ത് തൊപ്പിയൊക്കെ ഇട്ട് പള്ളിയിൽ പോകാൻ റെഡിയായി. ആദ്യമൊക്കെ മദ്രസയിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര ഉത്സാഹമായിരുന്നു. മാഷാഅല്ലാഹ് നേരത്തെ പറയും, ഉമ്മി ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് 3 പേരും കൂടെ നിൽക്കും. ഞാൻ പറയും 5 മിനിറ്റ് കഴിയട്ടെ ഉസ്താദ് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്തും. പിന്നെ അവർ പോയതിന് ശേഷം ഞാൻ അസർ നിസ്കരിക്കാൻ കയറി. എന്നിട്ട് അസ്കർ നിസ്കാരവും ദിക്റും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നല്ല മഴക്കോളുണ്ടായിരുന്നു. ഞാൻ വെളിയിലോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല മഴക്കോളുണ്ട്. പെട്ടെന്ന് തന്നെ കഴുകിയിട്ട തുണിയൊക്കെ വെളിയിൽ കിടന്ന് ഇതെല്ലാം വാരി അകത്തിട്ട് ഞാൻ ഇപ്പം പൊടിക്കും എന്ന് കാത്തിരുന്നു. പക്ഷേ ഒരുമാതിരി ഡെമോ കാണിക്കുന്ന മാതിരി മഴ ചെറുതായി ഒന്ന് സ്പ്രേ ചെയ്തിട്ടങ്ങ് പോയി. പിന്നെ ഞാൻ എഡിറ്റിങ്ങിനായിട്ടിരുന്ന് കുറച്ച് നേരം എഡിറ്റൊക്കെ അതുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ പിള്ളേഴ്സ് വരാൻ തുടങ്ങി. അവർ വന്ന ഒരു ബഹളം ആദ്യം, പിന്നെ പള്ളിയിലെ കാര്യങ്ങളും ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു കുറച്ച് നേരം ഒന്നും നല്ല ബഹളമായിരിക്കും. അങ്ങനെ അവരെ കഥയൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വാപ്പ വന്നപ്പോൾ പരിപ്പൂടെ കൊണ്ടുവന്ന് അങ്ങനെ അത് കഴിച്ച്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈവനിങ് സ്നാക്കായി. പക്ഷേ അവിടെ തീരുന്നില്ല. അപ്പം ഒരു നിസ്കാരം കഴിഞ്ഞ് ഏത്തക്ക വരട്ടിയ പറഞ്ഞു വന്ന്. അപ്പം ഏത്തക്ക വരട്ടിയതിനോട് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് ആകാം. ഇവിടെ അല്ലെങ്കിലും സന്ധ്യ ആകുമ്പോഴത്തേക്കാണ് വിശപ്പ്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് സ്നാക്സ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അതിനുശേഷം 3 ഏത്തക്ക എടുത്തു. ഏത്തക്കയും അരിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള കണക്ക് അരിയാൻ കേട്ടോ, ഇഷ്ടമുള്ള ഷേപ്പിൽ അരിയാൻ. പക്ഷേ നല്ലൊരു ഹെൽത്തി സ്നാക്കാണിത്. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനത്തെയൊക്കെയുള്ള ചെറിയ ഐറ്റംസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, എന്നാലും ഹെൽത്തി സ്നാക്കുമാണ്. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നെയ്യായിരുന്നു കേട്ടോ ഒഴിച്ചത്. അതിന് ശേഷം ഏത്തക്ക നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഏത്തക്ക ഇട്ട്. ഞാൻ മിക്ക വീടുകളിലും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പഞ്ചസാര ഇടുന്ന കണ്ടിട്ടുണ്ട്. പഞ്ചസാരയേക്കാളും ശർക്കരയാണ് നല്ല ടേസ്റ്റുമാണ്. ശർക്കര നല്ല ഹെൽത്തിയുമാണ്. പഞ്ചസാര മാക്സിമം കുറയ്ക്കാൻ നോക്കുക. പിന്നെന്താ, അതിന് ശേഷം നമ്മൾ പാലൊഴിക്കും. പശുമ്പാലാണ് നമ്മൾ ഒഴിക്കുന്നത്. പശുമ്പാൽ ചേർത്തതിന് ശേഷം നല്ല ഒന്ന് തിളപ്പിച്ച് വറ്റി ആ ഒരു പശുമ്പാൽ ചേർത്തതായിട്ട് പോലും അറിയരുത് ആരും. അപ്പം പാൽ താണ്ട് വറ്റി നല്ലതാ ഈ ഒരു ടെക്സ്ചർ കിട്ടണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. അങ്ങനെ ഏത്തക്കയും ജ്യൂസും എല്ലാം കുടിച്ചതിന് ശേഷം കുറച്ച് നേരം പോയിരുന്ന് ടി വി കണ്ട് ഒരു 8-9 മണിയായപ്പോഴത്തേക്ക് അവർക്ക് ഫുഡ് കൊടുത്തു. ചോറും രസവും അച്ചാറും മാത്രം മതിയായിരുന്നു. മീൻകറി ഉണ്ടെങ്കിലും രസം ഉണ്ടെങ്കിൽ അത് മാത്രം മതി. പിന്നെ വന്നിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.